ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാർ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് വളരെയധികം കോൺട്രവേഴ്സി ആയിക്കൊണ്ടേ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം നടത്തിയത് വളരെ അധികം വിമർശനാത്മകമായ ഒരു പ്രസ്താവനയാണ്. കാര്യം, ഒരു ഉന്നത കുലജാതൻ എന്ന് പറയുന്ന പ്രസ്താവന ആദ്യം നമുക്കതൊന്ന് കേൾക്കാം. കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരൂ. അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാൾ ആവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാകുന്നു നമ്മുടെ ജനാധിപത്യ സംവിധാനം. ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതർ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസമുണ്ട്. ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട്. പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, സുരേഷ് ഗോപി സാർ പറഞ്ഞതിൻ്റെ അന്തസത്ത എന്താണെന്നറിയാവോ? ഒരു ഉന്നത കുലജാതനായ ഒരാൾ മാത്രമാണ് ട്രൈബൽസിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ട വകുപ്പിൻ്റെ മന്ത്രിയായി വരേണ്ടതെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സോ അതല്ലാതെ ഒരു നമ്പൂതിരിയോ അല്ലെങ്കിൽ ഒരു നായിഡുവോ ആ സ്ഥാനത്തേക്ക് വരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം മോഡിയുമായി എന്തോ റിക്വസ്റ്റൊക്കെ ചെയ്തു എന്നുള്ളതാണ്. നോക്കൂ, ഇവിടുത്തെ കാര്യം എന്നാണെന്നറിയാവോ? ഈ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള വിഷയം. കാര്യം, ഏതാൾ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതല്ല, ആ വകുപ്പിൻ്റേതായ കാര്യക്ഷമമായ നടത്തിപ്പിലാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ അവിടെയുള്ള ആൾ ഇന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം അതിൻ്റെ മേലധികാരിയായി അല്ലെങ്കിൽ മന്ത്രിയായി വരേണ്ട എന്നുള്ള കാഴ്ചപ്പാടാണ് വിഷയം. ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്ന ഒരു എഫിഷ്യൻസി തെളിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാതിപരമായിട്ടുള്ള കാര്യം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ടാണെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതല്ലാതെ ഒരു വ്യക്തി ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ജാതി ഉന്നത കുല ജാതിക്കാരനായത് കൊണ്ടാകണം ആ വകുപ്പിൽ വരേണ്ടതെന്നും നേരെ തിരിച്ചും അങ്ങനെ വരണമെന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ തീർത്തും ഒരു നിരുത്തരവാദിത്വപരമായ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് എൻ്റെ അഭിപ്രായം. കാര്യം, ഈ ഒരു വകുപ്പ് അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ മന്ത്രിയുടെ യോഗ്യത നിശ്ചയിക്കുന്നത് ഒരിക്കലും ജാതിയുടെയോ അല്ലെങ്കിൽ ഉന്നത കുലനാഥി പിറന്നതുകൊണ്ടോ ഒന്നാകണമെന്നുള്ള ഒരു നിഷ്കർഷയും നമുക്കില്ല. അങ്ങനെയൊക്കെ വെച്ച് പുലർത്തുന്ന ആൾക്കാരുടെ മനോഭാവം എന്താണ്? ഈ മനോഭാവം തന്നെയല്ലേ ഏറ്റവും വലിയ വിഷയം. നമ്മളേതായാലും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള നമ്മുടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന പോലെ ആ ഒരു കാഴ്ചപ്പാട് എന്നുകൊണ്ട് ഇപ്പോൾ പറയുകയാണ്, ഉന്നത കുലജാതനായിരിക്കണം ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കാര്യക്ഷമമായ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള നടത്തിപ്പ് നടക്കൂ എന്നുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ്, ആ രീതിയിലുള്ള ഒരു വീക്ഷണമുള്ള ഒരാൾ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്താണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർത്തും വേദനാജനകമായ ഒരു കാര്യമാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. ഗൈസ്, ഈ സംഭവം ഇപ്പോൾ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കാര്യക്ഷമതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനുഷ്യരെ കാറ്റഗറി ചെയ്യാം. അതല്ലാത്ത കണ്ടു ഈ ജാതിയിൽ അല്ലെങ്കിൽ ഉന്നത കുലജാതിയിൽപ്പെട്ട ഒരാൾ മാത്രമാണോ എന്ന് പറയുന്നതിലുള്ള ഒരു വിഷയമാണ് ഇതിനകത്ത് ഇത്രയും കോൺട്രവേഴ്സിയിലേക്ക് പോകാൻ കാരണമെന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. എൻ്റെ അഭിപ്രായം, നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. കാര്യം, ഇത് ബഹുസ്വരതയുടെ നാടാണ്. ഞാൻ പറയുന്നത് മാത്രം ശരി അല്ലെങ്കിൽ മറ്റുള്ള ആൾ പറയുന്നത് തെറ്റ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുവാനുമുള്ള ഒരു സന്ദർഭം, ഒരു വേദി നമുക്കിവിടെയുണ്ട്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹത്തരമായൊരു കാര്യമെന്നാണ് എല്ലാവരും കരുതുന്ന പോലെ ഞാനും കരുതുന്നത് ഗൈസ്. സോ എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോൺട്രവേഴ്സി, ഈ ഒരു സംഭവം, ഈ ഒരു കോൺട്രഡിക്ഷനായ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന
ഒഴിവാക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രവർത്തന കാര്യക്ഷമതയുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു ആ വകുപ്പിലോട്ട് വന്നിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. ഇതിപ്പോൾ അതൊന്നുമല്ല, പുള്ളി എന്തോ ഉന്നത കുലജാതൻ എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും നിരാശയിലാക്കുന്നത്, നമ്മളെല്ലാം ബുദ്ധിമുട്ടിലാക്കുന്നത്, നമ്മളെല്ലാം വിഷമത്തിലാക്കുന്നത്. കാരണം ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് തൻ്റേതായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്, വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇനിയെങ്കിലും ഈ രീതിയിലുള്ള പ്രസ്താവന അദ്ദേഹം ഒഴിവാക്കണം. സോ ഇങ്ങനെയുള്ള പ്രസ്താവന തുടർച്ചയായി നടത്തി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റുകളാണ് ഈ പുറത്തോട്ട് വരുന്നത്, അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഈ പുറത്തോട്ട് വരുന്നത്. തൻ്റെ അഭിപ്രായത്തിലൂടെ പുറത്തു വരുന്ന ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് നല്ലതായ ഒരു ജനപിന്തുണ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാര്യം ജനങ്ങൾ ബ്രാൻഡ് ചെയ്യപ്പെടും. ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള മനുഷ്യനെ ജനങ്ങൾ ബ്രാൻഡ് ചെയ്യപ്പെടും. കാര്യം മതേതര നിലപാടുകളാണ് എന്നും ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ളത്. മതേതരത്തിനെതിരെ അല്ലെങ്കിൽ ഒരു മതത്തെ അല്ലെ ഒരു വർഗത്തെ അല്ലെ ഒരു ജാതിയെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും നല്ലതായ ഒരു പ്രവണതയിലേക്ക് പോകത്തില്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. സോ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കോൺട്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവാദപരമായ പരാമർശം ഒഴിവാക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപി സാറിനെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം നേടി കമൻറ്റായി രേഖപ്പെടുത്താം. എന്തായാലും തുറന്നെഴുതൂ ഗൈസ്. ദാറ്റ്സ് ഇനഫ്.